പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ മനുഷ്യ മനസ്സിൽ ഉണ്ടാകുന്ന രണ്ട് വിഭിന്നങ്ങളായ പ്രക്രിയകളാണ് പ്രതികാരവും ഉപകാരവും. ഇത് രണ്ടും ഒരേ മനസ്സിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ തന്നെയാണ്. രണ്ടിൻ്റെയും ഇമ്പാക്റ്റ് രണ്ട് തരത്തിലാണ്. പ്രതികാരം മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടായത് എപ്പോഴാണെന്ന് നമ്മൾക്കൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളരെ സ്നേഹത്തോടെ പാലൂട്ടിയെല്ലാം വളർത്തി കുറച്ച് കഴിയുമ്പോൾ 2-3 മാസം കഴിയുമ്പോൾ അമ്മയുടെ പാലിൻ്റെ സ്രോതസ്സ് അങ്ങ് വറ്റിത്തുടങ്ങും. ഈ വറ്റിത്തുടങ്ങുമ്പോൾ കുഞ്ഞിന് പാല് കിട്ടാതെ വരും. അപ്പോൾ ഈ സ്രോതസ്സ് വറ്റുന്നെങ്കിലും അപ്പോഴുണ്ടാകുന്ന പാലിന് നല്ല മധുരമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുഞ്ഞ് വിശന്ന് കരഞ്ഞ് പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിന് പാല് കിട്ടാതെ വരുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു റിവെഞ്ച് എന്ന ഭാവം, പ്രതികാരം എന്ന ഭാവം ഉണ്ടാവും. അവനോ അവളോ ആവട്ടെ അമ്മയുടെ മുലയിലേക്ക് ഭംഗിയായിട്ടൊന്ന് കടിച്ചമർത്തി അമ്മയെ വല്ലാതങ്ങി വേദനിക്കും. അമ്മ മനഃപൂർവ്വം എനിക്ക് തരാത്തതാണ് എന്നാണ് ആ കുഞ്ഞു മനസ്സിൽ തോന്നുന്നത്. ഈ കടി കൊള്ളുമ്പോൾ അമ്മയ്ക്കും വേദനയും വല്ലാതെ ഒരസ്വസ്ഥയും തോന്നും. അമ്മയും അറിയാതെ കുഞ്ഞിൻ്റെ വായിലേക്ക് വിരൽ വെച്ച് ഒന്ന് ഭംഗിയായി തട്ടിക്കൊടുക്കും. അപ്പോൾ കുഞ്ഞ് നിലവിളിക്കും. ഈ രണ്ടും പ്രതികാരഭാവങ്ങളാണ്. അവിടെ അമ്മയും പ്രതികാരം കാണിക്കുന്നു, മകനും പ്രതികാരം കാണിക്കുന്നു. അപ്പോൾ അവിടെ പ്രതികാരം എന്ന ഭാവത്തിന് ആൾ വ്യത്യാസം ഇല്ല. അമ്മയായാലും മകനായാലും മകളായാലും പ്രതികാരഭാവം ഉണ്ടാവും. അതുതന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയെ മക്കൾ നോക്കുന്നില്ലെന്നും മക്കളെ അമ്മ നോക്കുന്നില്ലെന്നും എന്നൊക്കെ പറയുന്നതിൻ്റേതായ ഉള്ളിലെ വികാരം പ്രതികാരം തന്നെയാണ്. ഈ പ്രതികാരഭാവം നമ്മളുടെ ഭഗവാനും ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാലോ. കൃഷ്ണ ഭഗവാനും കുചേലനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം മഹർഷിയുടെ ഭാര്യയ്ക്ക് വിറക് തീർന്നുപോയി. വിറക് തീർന്നപ്പോൾ മഹർഷിയുടെ ഭാര്യ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു, കുറച്ച് കാട്ടിൽ പോയി കുറച്ച് വിറക് പൊട്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ടുപേരും വളരെ സന്തോഷത്തോടെ വിറക് പൊട്ടിക്കാൻ ഉറങ്ങിത്തിരിക്കുകയാണ്. കാരണം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും കുറച്ച് നേരം ഒഴിഞ്ഞു നിൽക്കാം, കാട്ടിലെല്ലാം ഒന്ന് അലഞ്ഞു നടക്കാമെന്നൊരാഗ്രഹം. കൃഷ്ണ ഭഗവാൻ അങ്കിളിങ്ങനെ അരുവിയും തോടുമുള്ള കാട്ടിലൂടെ സ്ഥലത്തൂടെ സഞ്ചരിക്കുന്നത് വളരെ ഇഷ്ടമാണ്. രണ്ടുപേരും ഒരുങ്ങിയപ്പോൾ മഹർഷിയുടെ ഭാര്യ ഒരു കുഞ്ഞു പൊതി അവിൽ കുചേലൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കാട്ടിലേക്ക് പോകുന്നതാണ്, വിശക്കും, അപ്പോൾ രണ്ടുപേരും കഴിച്ചോളാൻ പറഞ്ഞു. കുചേലൻ അന്ന് ആ അവിൽ പൊതി തൻ്റെ കക്ഷത്തിൽ അമർത്തിയങ്ങ് വെച്ചു. ദരിദ്രനായതുകൊണ്ടും മെലിഞ്ഞ കുട്ടിയായതുകൊണ്ടും കക്ഷത്തിന് നല്ല കുഴിയുണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് അവിലിങ്ങനെ അമർത്തി വെച്ചപ്പോൾ കുചേലൻ വിചാരിച്ചു ആരും അവർ കാണുകയുമില്ല, അത് എവിടെയും കളഞ്ഞു പോവുകയുമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അവർ കാട്ടിലേക്ക് പോയി. കാട്ടിലേക്ക് പോകുന്ന വഴി മധ്യത്തിലെല്ലാം കൃഷ്ണ ഭഗവാൻ കുചേലനെ വല്ലാതരത്തിൽ കളിയാക്കിയും പേടിപ്പിച്ചും പാമ്പിനെ പറവി ഓടിപ്പിച്ചും മൃഗങ്ങളുടെ പറവി ഓടിപ്പിച്ചും ഒക്കെ ഒരുപാട് അങ്ങ് വേദനിപ്പിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും കുചേലന് വേദനയായി തോന്നിയില്ല. കാരണം കുചേലന് കൃഷ്ണനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. തൻ്റെ സതീർത്ഥ്യൻ എന്തെല്ലാം കാണിച്ചാലും ആ സതീർത്ഥ്യനോട് ആത്മാർത്ഥമായ സ്നേഹവും ഒരു വല്ലാത്ത ഒരു പ്രതിപത്തിയും ഉള്ള വ്യക്തിയായിരുന്നു കുചേലൻ. അതുകൊണ്ട് തന്നെ ഒന്നും കാണിച്ചില്ല. അങ്ങനെ രണ്ടുപേരും കാട്ടിലേക്കെത്തി. ഇഷ്ടം പോലെ വിറകെല്ലാം വെട്ടി ചുള്ളി വിറകെല്ലാം വെട്ടിയെടുത്ത് ഭംഗിയായി കെട്ടിയച്ചപ്പോൾ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ കാടാണ്, നിബിഡമായ വനമാണ്. വനത്തിൽ ഒരു വെളിച്ചവുമില്ല. രണ്ടുപേർക്കും വനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരു പ്രകാശവുമില്ല. അതുകൊണ്ട് തന്നെ കുചേലൻ പറഞ്ഞു, കൃഷ്ണ, നമുക്ക് രണ്ടുപേർക്കും ഇന്ന് രാത്രി ഇവിടെ കഴിച്ചു കൂട്ടിയിട്ട് നമുക്ക് രാവിലെ പോവാം, വിറകുമെടുത്ത് പോവാം, അല്ലാതെ കാട്ടിലൂടെ പോകാൻ നമുക്ക് പറ്റുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നേരം ഇരട്ടി. കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴയും വരുന്നുണ്ടായിരുന്നു. മഴ വന്നപ്പോൾ കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, വല്ലാത്ത വിശക്കുന്നുണ്ടല്ലോ, എന്താ കഴിക്കുമെന്ന്. കുചേലൻ മിണ്ടിയതേയില്ല. എന്തുകൊണ്ടോ കുചേലന് മിണ്ടണം എന്ന് തോന്നിയില്ല. കുചേലൻ അനങ്ങിയില്ല. പക്ഷേ ഭഗവാൻ അറിയാമായിരുന്നു കുചേലൻ്റെ കയ്യിൽ നമ്മളുടെ മഹർഷി പത്നി കൊടുത്തുവിട്ട അവിലുണ്ടെന്ന്. പക്ഷേ കുചേലൻ അനങ്ങിയതേയില്ല. കുചേലൻ അങ്ങനെ മിണ്ടാകുന്നപ്പോൾ കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, എന്തായാലും വിശപ്പെങ്ങനെയെങ്കിലും സഹിച്ച് കിടന്നുറങ്ങാം, ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറാം, നീ താഴെ ഇരുന്നോളൂ, നിനക്ക് കയറാൻ അറിഞ്ഞുകൂടല്ലോ എന്ന്. അങ്ങനെ ഭഗവാൻ മരത്തിൻ്റെ മുകളിൽ സ്വസ്ഥമായി കയറി നല്ല ചില്ലയിൽ ചാരി കാലും കൈയും അപ്പുറത്തൊക്കെ ഇട്ട് ഭംഗിയായി ചാരിയിരുന്നങ്ങ് കിടന്നു കഴിഞ്ഞപ്പോൾ കുചേലൻ താഴെ മരത്തിൻ്റെ ചവിട്ടിൽ ചമ്രം പടിഞ്ഞിരുന്നു. അങ്ങനെ രണ്ടുപേരും കുറേ നേരം ഇരുന്നു. കുചേലൻ്റെ മനസ്സിൽ കൃഷ്ണൻ ഉറങ്ങിയോ എന്നൊരു സംശയം തോന്നി. അതുകൊണ്ട് കുറേ നേരം അങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ കൃഷ്ണ ഭഗവാൻ എല്ലാത്തിനും ദൈവിക ശക്തിയും മിടുക്കനുമാണല്ലോ, അറിയാതെ വെറുതെ ഒന്ന് കൂർക്കം വലിച്ചപ്പോൾ കുചേലൻ വിചാരിച്ചു കൃഷ്ണൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, എന്തായാലും അവിൽ പൊതി അഴിച്ച് തിന്നാം, ചെറിയ ചാറ്റൽ മഴയുമുണ്ട്.
അപ്പോൾ കുചേലൻ മടിയിൽ അവിൽ പൊതി എടുത്തു വെച്ചു. അവിൽ പൊതി തുറന്നു. എന്നിട്ട് അതിൽ നിന്നും അവിൽ പൊതി വാരി സമാധാനത്തിൽ. അപ്പോൾ തൊണ്ട ഉണങ്ങി പോകുന്നത് കൊണ്ട് അവിൽ പൊതി പെട്ടെന്നൊന്നും തിന്നാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മഴയത്തേക്ക് കാണിച്ച് ആ മഴയിൽ കുറച്ച് നനച്ച് കുതിർത്ത് അവിൽ പൊതിയെല്ലാം ഇങ്ങനെ വാരി തിന്നു. അപ്പോൾ കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, മനസ്സിൽ ഇങ്ങനെ താഴത്തേക്ക് നോക്കി പറഞ്ഞു, നീ കഴിച്ചോളൂ, എൻ്റെ വിശപ്പ് മാറ്റാൻ നിനക്ക് മനസ്സ് തോന്നിയില്ലല്ലോ, നിനക്കിതാ പണി തരാം എന്ന് മനസ്സിൽ. അന്ന് ആ റിവെഞ്ച്, വിശപ്പിൽ നിന്നാണ് റിവെഞ്ച് ഉണ്ടാവുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതേ വിശപ്പാണ് ആദ്യത്തെ റിവെഞ്ച് എന്ന് പറയുന്നത്. അത് ഭഗവാനായാലും മനുഷ്യനായാലും എല്ലാവർക്കും വിശപ്പ് തന്നെയാണ്. അപ്പോൾ നിനക്ക് ഞാൻ തരാം, പണി തന്നിരിക്കും എന്ന് കൃഷ്ണ ഭഗവാൻ അന്ന് ഉറച്ചതാണ്. അങ്ങനെ ആ അവിൽ പൊതി തിന്നു തീർന്നു. കുചേലൻ ഭംഗിയായി ഉറങ്ങി. രാവിലെ അവരെല്ലാം പോയി. അങ്ങനെ കുചേലൻ്റെ ജീവിതം തുടങ്ങി. ഭാര്യയാക്കി ജീവിച്ചു കഴിഞ്ഞപ്പോൾ കുചേലന് ദാരിദ്ര്യമുണ്ടായിരുന്നു. ആ ദാരിദ്ര്യത്തിൽ നിന്നും ഭഗവാന് കുചേലനെ രക്ഷിക്കാമായിരുന്നു. കുചേലൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിച്ചാൽ മതിയായിരുന്നു, ഈ അവിലെനിക്ക് തന്നാൽ കുചേലൻ്റെ ദാരിദ്ര്യം തീർക്കാം, ഒരു സ്വപ്നത്തിനെങ്കിലും അങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾക്കെല്ലാം തോന്നുന്നില്ലേ? പക്ഷേ കൃഷ്ണ ഭഗവാൻ ചെയ്തില്ല. നീ എന്നെ വിഷമിപ്പിച്ചത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വരെ നീ ദരിദ്രനായും വിശുദ്ധവനായും ഇരിക്കണം എന്ന് തന്നെ ഭഗവാൻ വിചാരിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കുചേല പത്നിയാണ് പറഞ്ഞത്, നിങ്ങളെ സതീർത്ഥനല്ലേ കൃഷ്ണ ഭഗവാൻ, ഒന്ന് ചെന്ന് കണ്ടൂടെ എന്ന് പറഞ്ഞപ്പോൾ കുചേലൻ മനസ്സോടെ പോവാമെന്ന് തീരുമാനിച്ചപ്പോൾ കുചേലൻ പറഞ്ഞു, കുചേലൻ്റെ മനസ്സിൽ അവിടെ ദൈവം തോന്നിച്ചു, ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന്. അങ്ങനെ എന്താണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ കുചേലൻ പറഞ്ഞു, അവിലുമാം മലരുമാം ഫലവുമാം പഴവുമാം എന്ന്. അവിലാണ് ആദ്യം കുചേലൻ്റെ മനസ്സിൽ ഭഗവാൻ തോന്നിച്ചതാണത്. എനിക്ക് തരാനുള്ള അവിൽ നിനക്ക് തന്നു കഴിഞ്ഞാൽ നിൻ്റെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരും എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ കുചേലൻ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ അയലത്തെല്ലാം പോയി തെണ്ടി തിരിഞ്ഞു കൊണ്ടുവന്ന് കുറച്ച് നെല്ല് കൊണ്ടുവന്ന് അവിലെല്ലാം ഇടിച്ച് കുചേലൻ്റെ കയ്യിൽ പോയി കൊടുത്തു. കുചേലൻ ആ പൊതി കക്ഷത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് പോയത്. അങ്ങനെ കൊണ്ടുപോയി കൃഷ്ണ ഭഗവാൻ കുചേലനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ കുചേലൻ അവിൽ പൊതി കാണിച്ചില്ലെങ്കിലും ഭഗവാൻ അറിയാം കുചേലൻ്റെ കയ്യിൽ അവിൽ പൊതിയുണ്ടെന്ന്. അങ്ങനെ കൃഷ്ണ ഭഗവാന്റെ മനസ്സിൽ ആ റിവെഞ്ചിന് പകരം ഒരു വല്ലാത്തൊരു ഒരു സഹതാപം, സഹാനുഭൂതി എല്ലാം തോന്നി. അങ്ങനെ കൃഷ്ണ ഭഗവാൻ കുചേലനെ കെട്ടിപ്പിടിച്ച രംഗമുണ്ട്. മാറത്തെ വിയർപ്പോ വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടു ചേർന്നു ഘാടം പുണർന്നു. അവിടെയാണ് കൃഷ്ണ ഭഗവാന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാതങ്ങ് വൃത്തിയില്ലാത്ത കുചേലനെ കൃഷ്ണ ഭഗവാൻ മാറത്തുണ്മയോട് ചേർന്ന് ഘാടം പുണർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വൈരാഗ്യവും ദേഷ്യവും എല്ലാം മാറി. അവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ രണ്ട് ഇമ്പാക്റ്റും വ്യത്യസ്തങ്ങളാണെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വൈരാഗ്യം കാണിക്കുമ്പോഴും ദേഷ്യം കാണിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വൈരാഗ്യത്തിൻ്റെതായ വിപരീത പ്രവൃത്തി ഉപകാരം എന്നതുണ്ടായിരിക്കും. നമ്മൾ എത്ര വൈരാഗ്യം വിചാരിച്ചാലും നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ, നമ്മളുടെ മനസ്സ് നന്മയിലൂടെ ചിന്തിക്കുമെങ്കിൽ നമുക്ക് എപ്പോഴും അതിൻ്റെ പ്രതിഫലം കിട്ടും. ഈച്ച് ആൻഡ് എവറി ആക്ഷൻ വിൽ ബി റിവാർഡഡ്.